അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. സർക്കിട്ടിന്റെ വിശേഷങ്ങൾ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ സംസാരിക്കാം എന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് ഇന്ന് ഇങ്ങനെയൊരു ഇന്ററാക്ഷൻ പ്ലാൻ ചെയ്തത്. തിയേറ്റേഴ്സിൽ നല്ല റെസ്പോൺസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ നമ്മൾ TV തുറക്കുമ്പോഴും ന്യൂസിലൂടെ കേൾക്കുന്ന കുറേ പ്രശ്നങ്ങൾ തിയേറ്ററുകളിൽ വന്ന ആളുകൾ സിനിമ കാണുന്നതിന് ഒരു പരിധിവരെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ സിനിമയെ കുറിച്ച് എല്ലാവരും അറിയാനും ഈ സിനിമയെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഇതൊരു അവസരമായി കണക്കാക്കണം. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, സിനിമയെ പറ്റി പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ സമയം നമുക്ക് സംസാരിക്കാം. ആരംഭിക്കാം. അതൊരു പ്രശ്നമായിട്ട് ഒരിക്കലും തോന്നുന്നില്ല. സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് എൻ്റെ സിനിമകൾ ആളുകൾ സംസാരിക്കുന്നതും സിനിമയ്ക്ക് നല്ല അഭിപ്രായം വരുന്നതും ഒക്കെ. അപ്പൊ അത് സംഭവിക്കുന്നതിന് സന്തോഷം മാത്രമേ ഉള്ളൂ. അതൊരിക്കലും ഒരു പ്രശ്നമല്ല. പിന്നെ ഒരു ചലഞ്ചാണ് ഒരു പരിധി വരെ. ഇനി എപ്പോഴും ഈ മിനിമം സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം, ഈ ഒരു ലെവലിൽ കീപ്പ് ചെയ്യണം, ആളുകൾക്ക് ഇപ്പോൾ ഉള്ളൊരു വിശ്വാസം പോവാതെ നോക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതൊരു ചലഞ്ചായിട്ട് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. എടുത്തിട്ടുണ്ടോ? അതായത് ഞാൻ ബോധപൂർവം ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ. ഇത്രയും നാൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നതും അതേ പ്രോസസ്സൊക്കെ തന്നെയാണ് ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും ഒക്കെ ഉള്ളത്. പക്ഷെ ഇത്രയും വർഷമായി ഇത്രയും സിനിമകൾ ചെയ്തതിന്റെ ഭാഗമായി ഞാൻ അറിയാതെ വന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി ആയിരിക്കാം ചിലപ്പം ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സെലക്ഷനിലും സിനിമകളിലും ഒക്കെ വന്നിട്ടുള്ള ഒരു വ്യത്യാസം. അപ്പൊ അത് നല്ല ഒരു മാറ്റമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഞാൻ ഈ തുടർ പരാജയങ്ങളുള്ള സമയത്ത് ഇതിനു വേണ്ടിയിട്ട് ഒരു ട്യൂഷൻ ക്ലാസ്സിന് പോവുകയോ ഒരു പുതിയതായ ഒരു തീരുമാനം എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. ഇപ്പം എന്റെ കൂടെ സിനിമ അന്വേഷിച്ച് നടന്നവര്, എന്റെ സുഹൃത്തുക്കള്, കസിൻസ്, അങ്ങനെയൊക്കെ ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാം. അതല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ UAE പോകുന്ന പല സമയത്തും അവിടെ കാണാൻ വരുന്നവരും ഫോട്ടോ എടുക്കാൻ വരുന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഉള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ പല ആളുകളും സംസാരിക്കുന്നതും ഈ വിഷമങ്ങളൊക്കെ മറന്ന് നമ്മളെ കാണുമ്പോൾ സന്തോഷിക്കുന്നതും, ഇപ്പൊ ഇവർ ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ വരുമ്പോ നാട്ടിൽ നിന്ന് വന്ന ഒരു പരിചയക്കാരന്റെ കണ്ട സന്തോഷത്തോടെ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊന്നും അങ്ങനെ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളവരോ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഗൾഫുകാരന്റെ ആഡംബര ജീവിതം നയിക്കുന്നവരൊന്നുമല്ല. അവരും ഇവിടെ സ്ട്രഗിൾ ചെയ്തത് അതിനേക്കാൾ മുകളിൽ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ദിവസം ഇപ്പം തുടർച്ചയായി മോശം സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന അതേ വികാരത്തോടെ ജീവിതത്തെ കാണുന്ന ഒരുപാട് പ്രവാസികളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ റെഫറൻസ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ സ്ക്രിപ്റ്റിൽ ആമീറിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അമീറിന്റെ ഓരോ ഇമോഷൻസും, അമീറിന്റെ ഓരോ പ്രശ്നങ്ങളും, അമീറിന്റെ പൈസക്കുള്ള അത്യാവശ്യവും, ഈ ആദ്യം കാണുന്ന സ്ട്രഗിളും എല്ലാം എഴുതിയിട്ടുണ്ട്. അതിന് ഒരുപക്ഷെ എനിക്ക് കിട്ടിയ റെഫറൻസുകളിൽ ഏറ്റവും വലുത് ഒരു പ്രവാസിയായ തിരക്കഥാകൃത്തും സംവിധായകനുമായ തമർ തന്ന റെഫറൻസ് തന്നെയാണ്. ഇപ്പം തമറിന് അറിയാവുന്നവരും അല്ലെങ്കിൽ തമർ അനുഭവിച്ചിട്ടുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന് ഏറ്റവും വലിയ ഈ അമീറിന്റെ ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ റെഫറൻസും ആ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ കൂടുതലായിട്ട് നമുക്ക് ഇത് ഹൈലൈറ്റ് നിൽക്കുന്നത് ഇവരുടെ കെമിസ്ട്രിയാണ്. അപ്പോൾ അത് ആദ്യം എങ്ങനെയാണ് അവരെ കെമിസ്ട്രി വർക്കൗട്ട് ആക്കാനുള്ള തുടക്കത്തിൽ ഇവരുടെ ഐഡിയ എങ്ങനെയായിരുന്നു? ഒരു നമുക്ക് ഓഫ് സ്ക്രീൻ കെമിസ്ട്രി വർക്കായാലാണ് രണ്ടും കൂടി വർക്കാവുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ചോദിച്ചത്. അതൊക്കെ അറിയാം, ഒരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ സിനിമയുടേതായ ടെക്നിക്കാലിറ്റി ഉണ്ട്, ലൈറ്റ്, ക്യാമറ, സമയങ്ങൾ, നമ്മൾ പ്രത്യേകിച്ച് സിക്സ് സൗണ്ടിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. പക്ഷെ ആ ഏരിയയിലൊക്കെ നമ്മൾ ആ ടെക്നിക്കാലിറ്റിനെയൊക്കെ കുറച്ചും കൂടെ മറന്നുകൊണ്ട് അവനെ എങ്ങനെ കംഫർട്ടാക്കി നിർത്താം, അല്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടില്ല. കാരണം കുട്ടികളറിയാലോ, ചിലപ്പോൾ അവരൊരു വാശി പിടിച്ചിട്ട് ഇപ്പം എനിക്ക് കൂടില്ല എന്ന് പറഞ്ഞാൽ മാറിപ്പോയാൽ തന്നെ മൊത്തം ഷൂട്ടും. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും പ്രൈം ഫോക്കസും മെയിൻ കോൺസെൻട്രേഷൻ അവനിൽ തന്നെയായിരുന്നു. അവനൊരു മുഷിപ്പ് തോന്നരുത്. പക്ഷെ അത് അങ്ങനെ ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം 2 ദിവസം അതിന്റെ ആവശ്യമൊന്നുമല്ലോ. ഷൂട്ട് തുടങ്ങിയപ്പോൾ അതിനേക്കാൾ കൂടുതൽ വളരെ ജെല്ലായിട്ട് നമ്മളോട് കൂടെ നിന്നതും, ഇനി എത്ര രാത്രിയാണെങ്കിലും ഇപ്പോൾ ഉറക്കം വന്നാലും അവൻ പറയും എനിക്ക് ഉറക്കമല്ല, ഉറങ്ങുന്നില്ല, ആ രീതിയിൽ അങ്ങനെ വിളിച്ചു. വളരെ പുലർച്ചൊക്കെ ഷൂട്ടുണ്ട്, എന്നാലും ഒന്ന് വിളിച്ചാൽ തന്നെ വരാൻ പോവാന്നിട്ട് അവൻ നമ്മുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. സന്തോഷമുണ്ട്. സിനിമ ഇന്നലെ നമ്മൾ തിയേറ്ററിൽ പോയ സമയത്ത് ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ സിനിമ.
അപ്പോൾ കണ്ടിറങ്ങിയ സമയത്ത് ഒരു അച്ഛനമ്മയും വന്നിട്ട് ഒരു അമ്മ പറയുന്നുണ്ടായിരുന്നു, ഇവൻ ലിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത് അവരോട് ലൈഫിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമായിരുന്നു. അങ്ങനെയുള്ള കുറേ സീക്വൻസ് ഈ സിനിമയുണ്ട്. അപ്പൊ പിന്നെ ഒരു പുള്ളി താമര കണ്ടിട്ട് വന്നു കരഞ്ഞു പോയി. അവസാനം നമുക്ക് മറ്റേ മഹേഷിന്റെ പ്രതികരണത്തില് അലഞ്ചേട്ടൻ പറഞ്ഞ ഡയലോഗ് തിരിച്ച് പറയേണ്ട അവസ്ഥയാണ് അവസാനം മനസ്സിലായി പുള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര ഇമോഷണലി ഫീൽ ചെയ്ത് കണക്ട് ചെയ്തിട്ടുള്ള സിനിമ. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, മക്കളുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീക്വൻസ് ഉള്ള സിനിമയാണ്. ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ടിരിക്കണം. ഉറപ്പായിട്ടും ഒരു എക്സ്പീരിയൻസ് നമ്മൾ എന്തായാലും മാറ്റം വരുന്നതാണ്. ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഉണ്ടാവില്ല എന്തായാലും. അപ്പൊ ആ ഒരു മാറ്റം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓരോ ഡയറക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ താമര പറഞ്ഞു തരുന്ന പോലെയല്ല MC ജിതിൻ പറഞ്ഞത്. അപ്പൊ ആ ഒരു വ്യത്യാസം എന്തായാലും സിനിമയിലുണ്ടാവും. ഞാനായിട്ട് അങ്ങനെ ഭയങ്കര എഫേർട്ട് എടുത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് സംഭവിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഷൂട്ടിംഗ് ടൈമിലൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഷൂട്ടിംഗ് കാണാൻ ആളുകൾ വരുന്നത് ഇപ്പോൾ UAE ഷൂട്ട് ചെയ്യുമ്പോഴാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇവിടെ സ്ഥിരമായി ഷൂട്ടിംഗ് കാണുന്നതും നമ്മളെ എല്ലാവരെയും സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഭീകരമായിട്ടൊന്നും തോന്നാറില്ല. പക്ഷെ ഇതുപോലെ ഔട്ട്സൈഡ് ഇന്ത്യ, പ്രത്യേകിച്ച് ഗൾഫിൽ ഷൂട്ട് ചെയ്യും, UAE ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒരുപാട് പ്രവാസികൾ, ഒരുപാട് മലയാളികളുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവർക്ക് ഒരു നടൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പരിചയമുള്ള ഒരാൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളൊരു സ്നേഹവും അടുപ്പവും ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ കൂടുതൽ ആളുകൾ ഷൂട്ടിംഗ് കാണാൻ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ നൈറ്റ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ജോലി കഴിഞ്ഞ് വന്ന് വെളുക്കോളം ആ ഷൂട്ടിംഗ് കാണാൻ നിന്നിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ നിന്നത്. പല സമയത്തും ഭക്ഷണം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെയായിരുന്നു എനിക്ക് ഇവിടുത്തെ ഒരു വ്യത്യാസം ഫീൽ ചെയ്തത്. പിന്നെ ആ ഫോട്ടോയിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മള് ഷൂട്ട് ചെയ്തത് ഡിസംബർ സമയത്താണ് UAE ഷൂട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് എപ്പോഴും ദുബായിനെ പറ്റിയും UAE പറ്റിയും പറയുമ്പോൾ ചൂടാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എങ്കിൽ ഈ സമയത്ത് ഒരു നവംബർ പകുതി മുതൽ ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി വരെയുള്ള അതിഭീകര തണുപ്പുണ്ട് UAE. അപ്പൊ ആ തണുപ്പത്താണ് ഷൂട്ട് ചെയ്തത്. അത് വെളുപ്പിന് ഒരു 2:30-3 മണി സമയത്താണ് ആ പടിയുള്ള സീൻ നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു 12 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലാണ് ഷൂട്ട് ചെയ്തത്. നല്ല തണുപ്പാണ്. അപ്പൊ അവിടെ എല്ലാവരും ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരും കിട്ടുന്ന ഏതെങ്കിലും ചൂട് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ പ്ലാനുകളും എല്ലാവരും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ കിടക്കുന്ന കണ്ടപ്പോ ഒരു ക്യൂരിയോസിറ്റിയിൽ എടുത്തിട്ട ഫോട്ടോ ആണ്. അല്ലാതെ ഞാൻ മാത്രമല്ല അവിടെ അങ്ങനെ കിടന്നത്. പിന്നെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും സഹകരിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ഒരു ഷോട്ട് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞ് ഈ 12 നില നടന്ന് താഴെ ഇറങ്ങി ക്യാരവനിൽ പോയി ഇരുന്നിട്ട് ഷോട്ടിന് വിളിക്കുമ്പോൾ ഈ 12 നില വീണ്ടും നടന്ന് മേളിൽ കയറി വരുന്നത് എനിക്കും ഈ ഫുൾ ക്രൂവിനും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങള് കണ്ട ഒരു ടെമ്പററി ഷെൽട്ടർ ആണത്. അപ്പൊ അത് ഭയങ്കര കാര്യമുള്ള കാര്യമൊന്നുമല്ല. നമ്മളെല്ലാ നടന്മാരും സിനിമയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ നടന്മാരും ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അതെല്ലാം. അതൊരു മലയാളത്തില് വളരെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള, അവിടെ നിന്ന് തന്നെ പോയതിനു ശേഷം സെലക്ട് ചെയ്തോ കഥ എഴുതുമ്പോൾ സെലക്ട് ചെയ്തതാണ്? ആക്ടറെ കുറിച്ചല്ലേ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഗോപൻ ആടാട്ട് എന്ന് പറഞ്ഞ കേരളത്തിലെ തൃശ്ശൂരിലുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡ്രാമ സിനിമ നടനാണ്. നമ്മുടെ സ്പാനിഷ് മസാല, ബാറൂസ്, കുറെ സിനിമകൾ ചെയ്തിട്ടുള്ള, ഒരുപാട് നാടകങ്ങളിലൊക്കെ ഉള്ള, ഇതൊന്നും കുറെ കാലം യൂറോപ്പില് നാടകമൊക്കെ ചെയ്തിരുന്ന ആളാണ്. അപ്പൊ നമ്മൾ ആ ക്യാരക്ടർ, അത്തരം ഒരുപാട് ക്യാരക്ടർ ഉള്ള സ്ഥലമാണ് UAE. നമുക്ക് ഇഷ്ടംപോലെ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. ഈവൻ ചില റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കാണാം, വിസിറ്റ് വിസയിൽ വരികയും ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്തവരാണെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് UAE ഒരുപാട് ഹോട്ടലുകൾ എഴുതി വെച്ചിട്ടുള്ള ഒരു യൂഷ്വൽ സ്റ്റേറ്റ്. അത് ചെയ്യാൻ റൈറ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തണം. ഒരു ഫ്രഷ് ആയിട്ടുള്ള ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തൃശ്ശൂർ വന്നിട്ട് ആളെ നേരിട്ട് മീറ്റ് ചെയ്ത് ഓഡീഷൻ ചെയ്തിട്ട് കൊണ്ടുപോയിട്ടില്ല. ഇവിടെ വന്ന് തന്നെ സെലക്ട് ചെയ്തു. അവിടെ നിന്നുള്ള ആളുകൾ എടുക്കണ്ട എന്ന് തീരുമാനിച്ചിരുന്നു അല്ലേ? അവിടെ ചിലപ്പോൾ ഗൾഫിൽ സിനിമ എടുക്കുമ്പോൾ അവിടെ നിന്ന് കുറെ ആളുകൾ നമ്മൾ കൂട്ടും. ഇതില് ഒരുപാട് പേരുണ്ട് കേട്ടോ. ഈ പറയുന്ന പോലെ സിനിമയിലെ നാടകത്തിലൊക്കെ അഭിനയിക്കണമെന്നോ ഒരു നടനാവണമെന്നോ ആഗ്രഹിച്ച് നാട്ടിൽ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കാൻ കഴിവില്ലാതെ ദുബായിൽ ജോലിക്ക് പോയ ആളുകളിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പറ്റുന്ന, അമറിനെ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേരെ നമ്മുടെ സിനിമയിലേക്ക് ഭാഗമാക്കിയിട്ടുണ്ട്.
പിന്നെ എപ്പോഴും നമ്മുടെ പ്രൈം ഫോക്കസ് ഈ വ്യക്തി ഈ ക്യാരക്ടറിന് മാച്ച് ആവില്ല. ദുബായിൽ ഒരാളുണ്ട് എന്ന് അയാളെ ഉപയോഗിക്കാം, അങ്ങനെ ഒരു പരിപാടിയില്ല. കാരണം ഇതുപോലെ ഗോപേട്ടന് 2 ദിവസത്തേക്കാണ് അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നതും തിരിച്ചു വെക്കുന്നതും അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. അപ്പോൾ ആൾക്കാരിന് കൺസേൺ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഒരാൾ ചെയ്താലാണ് അത് നന്നാവുക എന്നുള്ളൊരു ചിന്തയും അപ്പോൾ അത് പുള്ളിയോട് പറയുകയും ചിലപ്പോൾ പുള്ളി അതിന് വില്ലിങ്ങാണ്. പിന്നെ നേരത്തെ ചോദിച്ച പോലെ ആ കുട്ടിയെ എങ്ങനെ കണ്ടെത്തിയെന്ന് വെച്ചു. അപ്പോൾ എനിക്കറിയാം ഇപ്പോൾ നാട്ടിലൊക്കെ ഒഡീഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാർക്കറ്റിംഗ് പരിപാടിയാണ്, അല്ലെങ്കിൽ അതൊരു പ്രഹസനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ ഒരുപാട് സംസാരിക്കാം. പക്ഷെ എൻ്റെ 1001 ഉണങ്ങളാണെങ്കിലും ഇതുപോലെ കുറേ പേര് ഒഡീഷൻ ചെയ്തിട്ടാണ് അതിലെ 12 വരെയും പുതിയത് എടുത്തത്. അപ്പോൾ ഇതിലെ ജപ്പുവിനെ കിട്ടുക എന്നുള്ളതും നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ഒഡീഷനുകൾ അത്ര മോശമായിട്ടുള്ള കാര്യമല്ല, അത് ജെന്യൂനായിട്ട് അത് സിനിമയ്ക്ക് വേണ്ടി ഒരാളെ റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടിലൂടെ. അപ്പോൾ ഒഡീഷൻ എന്ന് കേൾക്കുമ്പോൾ അത് മുഖം തിരിക്കേണ്ടതോ അല്ലെങ്കിൽ അതിൻ്റെ പേര് ചിലപ്പോൾ ആരെങ്കിലും മാർക്കറ്റിംഗ് പരിപാടികൾ ചെയ്യുന്നുണ്ടോ. പക്ഷെ ജെന്യൂൻ ആയിട്ടുള്ള ഒഡീഷൻ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ പോയി അറ്റൻഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് വേണ്ട റൈറ്റ് ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. തമറിന്റെ ജീവിതത്തിൽ തമർ ഗൾഫിൽ അത് ഞാൻ ഗൾഫിൽ കുറേ കാലമായിട്ട് ചെയ്യുന്നു. പിന്നെ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഞാൻ അവിടെ പോയിട്ട് ഈ ഡെലിവറി ജോലി ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ബൈക്കിൽ പോവുകയും അപ്പോൾ അതിൽ ആസിക നമുക്കറിയാം ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ആ സോങ്ങിനൊക്കെ ഹോപ്പ് സോങ്ങാണ്, ഒരു പ്രതീക്ഷയാണ്. കാരണം ഗൾഫ് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. വളരെ ബേസിക്കിൽ നിന്ന് നമ്മളിപ്പോൾ വിസിറ്റിൽ പോയാൽ പോലും ചിലപ്പോൾ അത് സ്വപ്നം വിളയുന്ന മണ്ണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര ചേഞ്ച് കൊണ്ടുവരും. അപ്പോൾ അതുപോലെ ഈ ഡെലിവറി ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് കണ്ടാൽ അതിലൊരു ഇവൻ അത് ഭയങ്കര ടഫായിട്ട് തോന്നി. ചില സമയത്ത് ചൂടത്തൊക്കെ ഡെലിവറി ചെയ്യാനുള്ളതൊക്കെ ഇച്ചിരി പാടുള്ള കാര്യം. പക്ഷെ എന്നാലും മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും. അതായത് നാളെ ഞാൻ നന്നാവും എന്നുള്ള ഇത്. അപ്പോൾ ആ ഡെലിവറി പരിപാടിയാണ് ഞാൻ എൻ്റെ ലൈഫിൽ. പിന്നെ ബാക്കിയുള്ള കുറേ ഇൻസിഡൻസ് കേട്ടതും അല്ലെങ്കിൽ അറിഞ്ഞതുമായിട്ടുള്ള അവരുടെ ജീവിതങ്ങളൊക്കെ തന്നെയാണ്. അത് എല്ലാം ഡയറക്റ്റ് എക്സ്പീരിയൻസ് എല്ലാം മാത്രം. ഈ ആസിഫിന് മോനെ ചേർത്ത് പിടിക്കും, വൈഫിനെ കണ്ടു കാണും. പക്ഷെ ഷൂട്ടിംഗ് സമയത്ത് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായ സീൻ ഏതായിരിക്കും? ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് തോന്നുന്നു ആ ഉമ്മയെ പറ്റി പറയുന്ന സീനാണ് നമ്മള്. ഞാൻ എപ്പോഴും എന്റെ സംവിധായകരോട് പറയും, എനിക്ക് ഏതെങ്കിലും സീൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ എന്നെ പേടിപ്പിക്കരുതെന്ന് പറയും. അപ്പൊ നമ്മൾ ഈ സീക്വൻസ് എടുക്കുന്നതിന്റെ തലേന്ന് വന്നിട്ട് നമ്മൾ അതിന്റെ നാളെ കണ്ടോ മറ്റേ സീൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതുവരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഒന്ന് പേടിച്ചു. അപ്പൊ ഞാൻ ഒന്ന് നാളെ എടുക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ എന്നിട്ട് അവിടെ പോയി അത് ഒരു ഈവനിങ് ലൈറ്റിലാണ് ആ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് നമ്മൾ യൂഷ്വൽ സീൻസ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ട്രാവൽ ചെയ്ത് പോകണം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാനൊന്ന് പാനിക്കായിട്ട് ഞങ്ങൾ അന്ന് ആ സീൻ ഷൂട്ട് ചെയ്യാതെ തിരിച്ചു വന്നു. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് അപ്പൊ എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. തമറിന് ആ സീൻ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. അവിടെ ഭയങ്കര കണക്ഷൻ തമറിനുണ്ടായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് നരേഷൻ മുതലുണ്ട്. അപ്പൊ അതിനൊരു സ്പെഷ്യൽ ആയിരിക്കണം. അത് ആ സിനിമയിലും ആ സ്ക്രീൻ പ്ലേയിലും ആ പോർഷനിൽ ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ബേസിക്കലി ആമിറിന്റെ ക്യാരക്ടർ രജിസ്റ്റർ ആവുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുത്തിരുന്നു. അത് ചെയ്തതും വളരെ ജെന്യുവൻ ആയിട്ട് തന്നെയായിരുന്നു. അപ്പൊ അത് പെർഫോം ചെയ്യുന്ന സമയത്ത് കണ്ടു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ റിഹേഴ്സൽ ചെയ്തതും പ്ലാൻ ചെയ്തതും ഒക്കെ വ്യത്യസ്തമായിരുന്നു. ടേക്കിന്റെ ടൈമിലും ഉണ്ടായിരുന്ന പെർഫോമൻസും അതിന് കിട്ടിയ റിയാക്ഷനും. സോറി എന്നെ തന്നെ നോക്കി നിന്നത്. അപ്പൊ അത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നു. അതാണ് ആ സീൻ ശരിക്കും അത്രയും ഭംഗിയായത്. ഇത്തരത്തിലൊരു സിനിമ ഇപ്പൊ പേഴ്സണലി ഞാനാണെങ്കിലും സിനിമ കാണാൻ പോകുമ്പോ പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സീസണിൽ ഒരു മാസ് എന്റർടൈനർ, ഒരു തിയേറ്റർ എന്റർടൈൻമെന്റ് സിനിമ കാണാനായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ വൈകുന്നേരം മുതൽ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഇന്നലെ വൈകുന്നേരം മുതൽ ഭയങ്കര ട്രെമൻഡസ് ആയ ഒരു ചേഞ്ച് മൊത്തത്തിൽ തിയേറ്ററിലും ടിക്കറ്റ് ബുക്കിങ്ങിലും ഒക്കെ വന്നിട്ടുണ്ട്. ആളുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതിന് ഭയങ്കരമായിട്ട് നമ്മൾ ഒരു രീതിയിലുള്ള പെയ്ഡ് പ്രൊമോഷൻസും ഇല്ലാതെ തന്നെ ഈ സിനിമയെ കുറിച്ച് ആളുകൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. കണ്ടവർ ഈ സിനിമയെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് എന്റെ കരിയറിൽ തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള സിനിമകളെല്ലാം വിജയിച്ചത് ഈ പോസിറ്റീവായിട്ടുള്ള മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ്. ഫാമിലീസ് ഏറ്റെടുക്കപ്പെടാൻ. അപ്പൊ തീർച്ചയായിട്ടും തുടരും പോലൊരു സിനിമ കാണാൻ ഞാൻ ഉൾപ്പെടെ ആദ്യത്തെ 3 ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കിട്ടാതിരുന്ന ഒരു സിനിമയാണ് തുടരും. അപ്പൊ അത്തരത്തിലൊരു സിനിമയാണ് നമ്മൾ വെക്കേഷനിൽ പ്രിഫർ ചെയ്യുക. അപ്പൊ അതിനുശേഷം രണ്ടാമത്തെ ചോയ്സ് ആയിട്ട് ഉറപ്പായിട്ടും സർക്കിട്ട് എന്ന് പറഞ്ഞൊരു സിനിമ
ഇപ്പൊ അതിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഇന്നും ഒക്കെ ആയപ്പോൾ നമ്മള് ഇപ്പൊ ഇന്ന് വനിതാ വേദിയിൽ പോയി ഇവിടെ ഫോറം മോളിൽ പോകുന്നു. അപ്പൊ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫാമിലിയാണ്. ഫാമിലി വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് വരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. മക്കളുള്ളവര്, മക്കളെ വളർത്തിയിട്ടുള്ളവര്, അവരൊക്കെയാണ് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇതിന് ഒരു സമയം കൊടുക്കണം ഈ സിനിമയ്ക്ക് ആളുകൾക്ക് വന്ന് കാണാനുള്ളത്. അപ്പൊ എനിക്കത് ഒരു പോസിറ്റീവായിട്ട് തന്നെ തോന്നുന്നു. ആ സമയം കൊടുക്കാൻ തിയേറ്ററുകാരോട് സഹകരിക്കണം. തീർച്ചയായിട്ടും തിയേറ്റർ നമ്മുടെ മലയാളത്തിലെ തിയേറ്റേഴ്സിന്റെ ഒരു ജഡ്ജ്മെന്റ് അടിപൊളിയാണ്. കാര്യം അവർക്ക് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഷോ കഴിയുമ്പോൾ തന്നെ അവർക്ക് അറിയാം ഒരു സിനിമ കയറി വരുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ അവർക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള എല്ലാ സിനിമയ്ക്കും തിയേറ്ററുകാർ സമയം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ വർഷം പ്രത്യേകിച്ച് നമുക്ക് നോക്കിയാൽ അറിയാം പല സിനിമകളും. ഇപ്പൊ കിഷ്കിന്ധകാണ്ഡം ആദ്യത്തെ 3 ദിവസം, ആദ്യത്തെ 2 ദിവസം വളരെ ആവറേജ് ആയിട്ട് പോയി. ആ സമയത്തൊക്കെ എന്നെ വിളിച്ച തിയേറ്റർ ഓണേഴ്സ് എല്ലാവരും പറഞ്ഞ ആസിഫ് നോക്കൂ ഈ സിനിമ കയറി വരും. ആ ഒരു ഫീഡ്ബാക്ക് തന്നെ എനിക്കിപ്പോ ആ ഒരു കോൺഫിഡൻസ് എല്ലാ തിയേറ്റേഴ്സും തരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട് ഈ സിനിമ കയറി വരിക തന്നെ ചെയ്യും. സംവിധായകന്റെ ഐഡിയ തന്നെയാണ് അത് ആ സ്ക്രിപ്റ്റ് സിനിമ കണ്ടവർക്കറിയാം. സിനിമ കാണാൻ പോകുന്നവർക്ക് അതൊരു ക്യൂരിയോസിറ്റി ആയിട്ട് ഞങ്ങൾ വിട്ടുതരുന്നു. അതെന്തുകൊണ്ടാണ് ആ 2 കൈകൾ കൂട്ടി ഇരിക്കുന്നത് പോസ്റ്റർ ഡിസൈൻ എന്നുള്ളത് തിയേറ്ററിൽ പോയിട്ട് തന്നെ അറിയാം. നമ്മൾ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ഒരു സീനാണ്. അങ്ങനെയാണ് ഇതെങ്ങനെയുണ്ടോ നോക്കുക എന്ന് പറഞ്ഞ് ചെയ്തതാണ്. ആ സീൻ ഭയങ്കര ആ സ്ക്രിപ്റ്റിൽ അത് ഭയങ്കരമായ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള സീനാണ്. അപ്പൊ അത് നമ്മളും അതിനു വേണ്ടിയിട്ട് ഒരുപാട് സമയം തന്നിട്ടുണ്ട്. ആ സീൻ ഷൂട്ട് ചെയ്ത ദിവസം ഞങ്ങൾ ആ ഒറ്റ സീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും അന്ന് ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അത്രയും പേഷ്യൻസ് കാണിച്ചത് കൊണ്ടും എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടൊരു സൗകര്യം തന്നതുകൊണ്ടും ഒക്കെയാണ് അത് അത്രയും നന്നായത്. അവിടെ ജീവിക്കുന്നത് ഞാൻ കണ്ട പോലീസുകാരൊക്കെ പക്ഷെ നാട്ടിലും അതേപോലെയൊക്കെ തന്നെയാണല്ലോ. ഇതേപോലെ വളരെ മോശം എന്തെങ്കിലും ചെയ്ത തിരിച്ച് അവിടെയും അതുപോലെയൊക്കെ തന്നെ കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് ഇതായിട്ട് കിട്ടിയിട്ടില്ല. ഇല്ല. ഈ ഒരു തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ബ്ലോഗേഴ്സിന്റെ ഒരു സംഭവമാണ്. ആരാണ് അത്? അത് ഒരുപാട് പേർക്ക് കണക്ട് ആയി. അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ അതെ അത് എന്നോട് നമ്മൾക്ക് കഥ പറയുമ്പോൾ തന്നെ ക്യാരക്ടർ പറയുമ്പോൾ തന്നെ പറഞ്ഞു. റെഫറൻസ് ഞാൻ പറയണ്ടല്ലോ, എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ മനസ്സിലായി അസറല്ലേ അത് തന്നെ അങ്ങനെ ചെയ്തത്. ഇപ്പൊ ഇന്നലെ അസർ ഷെയർ ചെയ്യുകയും ചെയ്തു. ഭയങ്കര സന്തോഷമായി. നമ്മള് എപ്പോഴും അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്ലോഗാണ്. ഈ മന്ത്രം ഇതാണ് ഭയങ്കര രസമാണല്ലോ. അത് അങ്ങനെ താങ്കൾ പറയുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഇതാണെന്നുള്ളത്. മാത്രം ഒതുങ്ങി നിൽക്കുന്നത്, മറ്റ് അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് പോകാത്തത്. ഏറ്റവും നല്ല സിനിമകൾ വരുന്നത് ഇപ്പൊ മലയാളത്തിൽ തന്നെ. അപ്പൊ ഇവിടെ തന്നെയല്ലേ നിൽക്കേണ്ടത്. നമ്മൾ മികച്ച സിനിമകൾ തേടിയാണ് ഓരോരുത്തരും ഓരോ ഭാഷകളിലേക്ക് പോകുന്നത്. മികച്ച ക്യാരക്ടേഴ്സ് ചെയ്യാനുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സിനിമകളും ഏറ്റവും നല്ല ക്യാരക്ടേഴ്സും എനിക്ക് വരുന്നത് മലയാളത്തിൽ നിന്നാണ്. പിന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷയുടെ ഒരു സുഖം അഭിനയിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ മലയാളം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ ഒരു അത്രയും ഗംഭീരമായ ഓഫറൊന്നും എനിക്ക് വേറൊരു ഭാഷയൊന്നും വന്നിട്ടില്ല. വരുമ്പോ ചിലപ്പോ ഇതൊക്കെ മാറ്റി ഞാൻ സിനിമയായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. എനിക്കിങ്ങനെ ആർട്ടിസ്റ്റിക് കൊമേഴ്ഷ്യൽ ഒന്നുമില്ല. എനിക്ക് കേൾക്കുമ്പോൾ നരേഷൻ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സിനിമകളാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. അത് ഏത് കാറ്റഗറിയിലാണെന്നോ ജോണറാണെന്നോ ഞാൻ നോക്കാറില്ല. പിന്നെ ചില ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്ത് പറയാൻ തുടങ്ങിയത് എനിക്ക് കുറച്ച് മാസമായിട്ടുള്ള തിയേറ്റർ എന്റർടൈൻമെന്റ് കിട്ടുന്ന രീതിയിലുള്ള ചില സൂപ്പർ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് സിനിമയ്ക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് സെലക്ട് ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയാണ് അത്, ഏത് രീതിയിലാണെങ്കിലും സിനിമയാണ്. ആ ഒരു രീതി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനല്ല എന്ന് ഉറപ്പിക്കാൻ ആസിഫിന് പറയാൻ, ഒറ്റയ്ക്ക് തന്നെ വന്നവനാണെന്ന് നമുക്കൊക്കെ അറിയാം. ഒറ്റയ്ക്ക് ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളല്ല. സിനിമ എന്നൊരു സ്വപ്നമായിട്ട് കൊച്ചിയിലേക്ക് വന്നൊരു ചാനലിൽ കയറി അങ്ങനെ സിനിമയിലേക്ക് വന്നതാണ്. ആ ഒരു ടാഗ് ലൈൻ വേണ്ട എന്ന് വെക്കാനുള്ള കാരണം എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്കൊരു ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുന്ന എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഓൺലൈൻ മീഡിയ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എന്റെ സിനിമകൾ ഇപ്പം എന്റെ ആദ്യത്തെ സിനിമ തന്ന ശ്യാം സർ, എന്റെ സിബി സർ,
അപ്പൊ അങ്ങനെ എന്റെ കൂടെ അഭിനയിച്ചവര്, അങ്ങനെ ഗൈഡ് ചെയ്ത് ഒരുപാട് പേരില്ലേ ലൈഫിൽ. അപ്പൊ ഒരിക്കലും അത് ഇന്ന് ഞാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് മാത്രമാണ്, അല്ലാതെ ഞാൻ വേറെ ഒരു രീതിയിൽ അത് വളച്ചൊടിച്ചതല്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഒരു നടൻ നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ അതിന് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം, നല്ലൊരു സംവിധായകൻ വേണം, നല്ലൊരു നിർമ്മാതാവ് വേണം. സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കാരണമാണ് ആ സിനിമ വിജയിച്ചതെന്ന് പറയുന്നതിന്റെ അത് എന്ത് അർത്ഥമാണുള്ളത്? അപ്പൊ എപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് ചോദിച്ചപ്പോ ആ വേദിയിൽ ഞാൻ അത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. മലയാളത്തിൽ ഇപ്പം 100 സിനിമകൾ ഇറങ്ങുവാണെങ്കിൽ അതിൽ 90% സിനിമകളും ഹീറോ സെൻട്രിക് ആയിട്ടുള്ള സിനിമയാണ്. 10% മാത്രം അതിൽ താഴെ ആയിരിക്കും ഹീറോയിൻ സെൻട്രിക് ആയിട്ടുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? മലയാളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രേക്ഷകർ പൊതുവെ ഫീമെയിൽസിനെ ഹീറോസ് ആയിട്ട് അല്ലെങ്കിൽ അവർ സെൻട്രിക് ആയിട്ട് വരുന്ന സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കഥാപാത്രങ്ങളും തിരക്കഥകളും ഉണ്ടാകും. ഇവിടെ ആണെങ്കിലും ഒരുപാട് ജയജയന്തി എന്നൊക്കെ ഉള്ള വളരെ ചുരുക്കമല്ലേ ഉള്ളൂ, ഒരിക്കലും കമ്പയർ ചെയ്യാൻ മാത്രം. ഉറപ്പായിട്ടുമാണ്, പക്ഷെ അത് റൈറ്റേഴ്സ് ആയിരിക്കും മുന്നോട്ട് വന്നത് എഴുതേണ്ടത്, അങ്ങനെയുള്ള തിരക്കഥകൾ ഉണ്ടാവേണ്ടത്. മുന്നോട്ട് നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷയുണ്ട്, എല്ലാ തരത്തിലും ഉണ്ട്. ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. അല്ല, അത് ഞങ്ങൾ ഈ നൈറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഇറാനിയനാണ്. ഇതുപോലെ തന്നെ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഞങ്ങളൊരു 12 ദിവസം ബാക്ക് ടു ബാക്ക് നൈറ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് രാത്രി മുഴുവൻ ഷൂട്ടുള്ളതൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. രാവിലെ അദ്ദേഹം ഉറങ്ങുന്നില്ല. അങ്ങനെ 12 ദിവസം കഴിഞ്ഞപ്പോ ഇദ്ദേഹം ചെറുതായിട്ടൊന്ന് ഫ്ലിപ്പായി പോയി. അപ്പൊ ഈ ഉറക്കം കെടുത്തുന്നത് ഇയാൾ കൊണ്ടുവരുന്ന വണ്ടിയാണ്. ആ വണ്ടി കത്തിച്ച് കളഞ്ഞ പിന്നെ ആ പ്രശ്നം തീരുന്ന അദ്ദേഹത്തിന് തോന്നി. ഞങ്ങളൊക്കെ അതിനകത്ത് ജസ്റ്റ് എസ്കേപ്പ് ആയിരുന്നു. ടിക്കിടാക്കിനെ കുറിച്ചുള്ള നിലവിലെ അപ്ഡേഷൻ. ടിക്കറ്റൊക്കെ ഷൂട്ട് തുടങ്ങി. ഇപ്പൊ അതിന്റെ എന്റെ ഒരു 8 ദിവസത്തെ പോർഷൻ ഷൂട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ മറ്റേ ഇതിന്റെ സർക്കിറ്റിന്റെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നതാണ്. മറ്റന്നാൾ മുതൽ വീണ്ടും ഷൂട്ട് തുടങ്ങും. ഇനി അതിനൊരു 90 ദിവസത്തെ ഒരു ഷെഡ്യൂളാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആസിഫ്കടെ ഒരു മിനി KGF വില്ലൻ ചെയ്യാം. നല്ല ക്യാരക്ടേഴ്സ് ഉറപ്പായിട്ടും ചെയ്യാം. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയുള്ളതാണെന്നും ഒക്കെ ആ സ്ക്രിപ്റ്റിൽ കൃത്യമായ ഒരു ജഡ്ജ്മെന്റ് തരുന്ന രീതിയിലാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. എനിക്ക് അങ്ങനെ ഹീറോ തന്നെ ചെയ്യുന്ന ഞാൻ ഇതുവരെ വാശി പിടിച്ചിട്ടില്ല. അപ്പൊ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഗോവിന്ദ് പോലെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിൽ സന്തോഷമുള്ളൂ. കൂട്ടിയിടുന്ന ഒരവസ്ഥ, ഇങ്ങനത്തെ ഒരു അവസ്ഥ കണ്ട് ഈ സിനിമ കണ്ടതിന് ശേഷം ഇങ്ങനത്തെ ഫ്രണ്ട്സുകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇത് ദിവ്യ ചെയ്ത ക്യാരക്ടർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോലി ഭാരമുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആരെങ്കിലും വിളിച്ചവരുണ്ടോ? ഒരുപാട് കോഴ്സ് ഉണ്ട്. എന്റെ കൂടെ പഠിച്ച എന്റെ കോളേജ് മേറ്റ്സ് ആണ്, അവരൊക്കെ കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ട്. അപ്പൊ എന്റെ പേഴ്സണലി ഉള്ള ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ട്. അല്ലാണ്ട് UAE ഉള്ള എന്റെ ചേച്ചി അവിടെ സെറ്റിൽഡ് ആണ്. അപ്പം ഭയങ്കര റിലേറ്റബിൾ ആണ്. അവിടെ ഈ പറഞ്ഞ പോലെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും പേരൻസ് ആയിട്ടുള്ളവർ ഈ പറഞ്ഞ പോലെ കുട്ടീനെ അടച്ചിട്ട് പോകുന്ന അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. സോ ആസ് എൻ ആക്ടർ ഞാൻ ഈ ഒരു മീറ്ററിലുള്ള കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു കുട്ടിയുടെ അമ്മയായിട്ടുള്ള ഒരു കഥാപാത്രം, ആ ഒരു എലമെന്റ് എനിക്ക് ഇതിലൊരു എക്സ്ട്രാ ആണ്. ഫസ്റ്റ് ടൈം ആണ് ഇത്തരത്തിലുള്ള ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്. മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇത്രയും മെസ്സേജസ് വരുന്നതൊക്കെ. ഇതിലെ സീനുകളിൽ ദീപകിനോടുള്ള ഒരു ഒരു ഷൗട്ട് ചെയ്തുള്ള സംസാരം ചില സമയങ്ങളിൽ വരുന്ന ഒരു സീനാണ്. നമുക്ക് ഏറ്റവും എനിക്ക് ശരിക്കും ആ കുട്ടിയെ കാണാവുന്ന സംഭവം ഉണ്ടല്ലോ. ആ ദീപക്കുമായിട്ട് നിങ്ങൾ അങ്ങോട്ടുള്ള ആ ഡയലോഗിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു? ദീപക്കും മറുപടി പറയേണ്ട ഒരു സാധനമാണ്. ആ ഡയലോഗ് നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഇമോഷൻ സെറ്റ് ചെയ്തത്? നമ്മള് ഷോർട്ട് ലൊക്കേഷനിൽ വന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇത്തരത്തിലുള്ള സീൻസ് നമ്മൾ രണ്ടുപേരും ഡയറക്ടറും കൂടി ഇരുന്നിട്ട് താമരം കൂടി ഇരുന്നിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. മൊത്തം തമിഴ് പറഞ്ഞ ആ രീതിക്കൊന്ന് ആദ്യം തന്നെ ഷൂട്ട് ചെയ്ത് തമിഴ് പറഞ്ഞ പോലെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു. ചെയ്ത് നോക്കിയിട്ടാണ് ചെയ്തത്. ദീപക്ക് അതിനകത്ത് ഗംഭീരമായിട്ടാണോ എക്സ്പ്രഷൻ തന്നെ ഉണ്ടായിരുന്നല്ല. ദുഃഖങ്ങളുണ്ട് താനും, എന്നാൽ പറയാനും പറ്റില്ല. ആ രീതിക്ക് എനിക്ക് ഈ സിനിമ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചോദ്യം. ഞാൻ അത്രമാത്രം എൻജോയ് ചെയ്ത്
ഞാൻ കണ്ടിട്ടുള്ള റിവ്യൂ നീ അത്ര എൻജോയ് ചെയ്തൊരു സിനിമയാണ്. ഇപ്പോഴത് ഓർക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ട്, കുറെ എന്റെ ജീവിതത്തിലും ഉണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ വിഷയം. ചില സിനിമകളും ചില സ്ക്രിപ്റ്റുകളും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ ആ ഡയലോഗ് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ അറിയാതെ ഫീൽ വരും. അപ്പൊ അങ്ങനെ നമ്മൾ സംഭവിച്ചിരിക്കാം. ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് ഇപ്പൊ ഡയറക്ടർ പറഞ്ഞ പോലെ എന്താണോ അതുപോലെ ചെയ്തത്. പിന്നെ അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മയും പാവം. പക്ഷെ ഇതിന്റെ അകത്ത് എന്നാലും ഒരു ദേഷ്യം ഉള്ളത്. ഫസ്റ്റ് മൂവി അല്ലല്ലോ ഇത്. അല്ല, പിന്നെ ഏതൊക്കെ മൂവി? ആരോടൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇതിന്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു റോളൊക്കെ ഉള്ളൂ. പക്ഷെ ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ റോളുള്ളൂ. ദേഷ്യം ആരോടായിരുന്നു അഭിനയിച്ചപ്പോ? അല്ല, അഭിനയിച്ചപ്പോ എന്റെ അടുത്ത് ദേഷ്യം ദേഷ്യമായിരുന്നു അല്ലേ? ഇടി കൊടുത്തോ? ഇങ്ങോട്ട് ഇരിക്കും, അപ്പൊ ഞാൻ തിരിച്ചു കൊടുക്കും. ഡയറക്ടർ സാർ എങ്ങനെ ഉണ്ടായിരുന്നു? ഡയറക്ടർ സാർ എന്ത് പറഞ്ഞു? വഴക്ക് പറയാറുണ്ടായിരുന്നോ? ഇല്ല, തെറ്റേതൊന്നും പറയൂല. നമ്മള് ചെയ്തോളാൻ പറയും, കുഴപ്പമില്ലെന്നൊക്കെ പറയും. കണ്ടുപോയി കഴിഞ്ഞിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു വീട്ടില്. നമ്മൾ ഈ പ്രത്യേകിച്ച് ഇതിന്റെ ടുവേർഡ്സ് എൻഡ് വരുമ്പോ അവർ എഴുതിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയലോഗും കണ്ടിട്ട് അച്ഛനും അമ്മയും എന്നെയും അച്ഛനും അമ്മയും വിളിച്ചിട്ടാണോ ഞാൻ താഴത്തേക്ക് വന്നത് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു സീനുണ്ടല്ലോ. ആ സീനായിരുന്നു ശരിക്കും നമുക്ക് എല്ലാവർക്കും ആ സിനിമയുടെ അവസാനം കണ്ണു നിറഞ്ഞിറങ്ങാനുള്ള ഒരു കാരണം. അതിന്റെ ഹാങ് ഓവർ ശരിക്കും നമുക്ക് വീട്ടിലെത്തിയപ്പോഴുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളെ പറ്റിയിട്ടും ദേഷ്യം വരുമ്പോൾ നമ്മൾ കുട്ടികളോട് ഷൗട്ട് ചെയ്യാറുണ്ട്, വേണമെങ്കിൽ ഒരു ചെറിയ തട്ടൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അത് ആ കുട്ടികൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതും ഒക്കെ ഈ ഒരു ഡയലോഗിന്റെ പുറകിലുണ്ട്. നമ്മൾ ശരിക്കും ആഗ്രഹിച്ചിട്ടാണ് ഇവർ ഭൂമിയിലേക്ക് വന്നതെന്നും ഇവര് നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണെന്നും ഒക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ ആയിരുന്നു ശരിക്കും സിനിമ കഴിഞ്ഞ് പോയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഇതിലെ പല സീക്വൻസ് ഇപ്പം എനിക്കറിയാവുന്ന പല വീടുകളിലും കുട്ടികളുടെ പ്ലേലിസ്റ്റിലേക്ക് ജപ്പു സോങ് കയറി, ജപ്പുവിന്റെ കുസൃതികൾ കയറി, മാവിന്റെ മറ്റേ ഇഡ്ലിമാവ് പൊട്ടിച്ച് അടുക്കളയിൽ ഒഴിക്കുന്ന ഒരുപാട് കുട്ടികളുടെ ഫോട്ടോ അയച്ചു തരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ജപ്പുവിന്റെ കുസൃതിയും ജപ്പുവിന്റെ വീട്ടിലെ അവസ്ഥയും ജപ്പുവിന്റെ വീട്ടുകാര് ട്രീറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ എല്ലാ വീടുകളിലും സംസാരമായി തുടങ്ങിയിട്ടുണ്ട്. പേരൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒർഹാന്റെ പാരന്റ്സ് ഇല്ല, അവരോട് ഇതാണ് കഥ എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ത്രൂഔട്ടുള്ളതാണ്. ഇതിനകത്ത് കൂടുതൽ മറ്റു സൈഡൊക്കെയാണ് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 40 ദിവസം ഉണ്ടാവും, യുഎയിലായിരിക്കും, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, രാത്രി പകല് ഷൂട്ടൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള രീതിയിലാണ് അവരിങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു. ഇത്തരം ഒരു ക്യാരക്ടറാണ് മോൻ ചെയ്യേണ്ടത്. അല്ല, അത് ഒരു ബേസിക് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ ഭയങ്കര ചലഞ്ചായിട്ടാണ് ഏറ്റെടുത്തത്. അവരത് എങ്ങനെ ചെയ്യുന്നു മാത്രമല്ല, അത് എടുത്തു പറയേണ്ട കാര്യം, ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ മോണിറ്ററിന്റെ ബാക്കിലുണ്ടാവും, എൻ്റെ തൊട്ട് ബാക്കിലായിട്ട് എപ്പോഴും അവൻ്റെ ഉപ്പയോ ഉമ്മയോ ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് എന്നെക്കാൾ ടെൻഷൻ അവരിങ്ങനെ നോക്കുകയും ഇവർ ചെയ്യുന്നത് അല്ലാണ്ട് അങ്ങനെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്രൂ മെമ്പേഴ്സ് പോലെ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് അവരുടെ സപ്പോർട്ടും കൂടെയാണ് ഇത് ചെയ്തിട്ട്. അതില്ലാതെ നമുക്ക് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. ലൊക്കേഷനും മറ്റുമൊക്കെയാണ് ഈ മാസം ലാസ്റ്റൊക്കെ ആയിട്ട് ഷൂട്ട് തുടങ്ങാനുള്ളത്. മലയാളികൾ ആഗ്രഹിച്ച ഒരു നീമ്പോളിയാണോ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആഗ്രഹിച്ച ഒരു നീമ്പോളിയാണ് പ്രസന്റ് ചെയ്യുന്നത്. അത് ശരിക്കും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാൻ തന്നെ കാരണം ഞാനൊരു പേരന്റ് ആയതുകൊണ്ടും എനിക്ക് കുട്ടികളും ഉള്ളതുകൊണ്ടാണ്. അല്ല, ഇപ്പൊ ഞാൻ ഹണീബി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത് മനസ്സിലാവുകയില്ല. എന്റെ വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയതും ഈ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്തത്. ജപ്പുവിനോടുള്ള ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലുമുള്ള എന്റെ കെമിസ്ട്രിക്ക് ഒരു പരിധി വരെ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും എത്രത്തോളം ക്ഷമ വേണം എന്നുള്ളതും ഇവരെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ആ ഒരു കെമിസ്ട്രി ഫീൽ ചെയ്തത്. അപ്പൊ അത് ശരിക്കും ചോദിച്ച പോലെ കുട്ടികൾ അതും ഹൈയോ ആയിട്ടുള്ള എൻ്റെ ഒരു റിലേഷൻ തന്നെയാണ്. ഇവൻ ഒർഹാൻ ഈ ക്യാരക്ടറിലേക്ക് വന്നത് കൊണ്ട് മാത്രം വ്യത്യസ്തമായ കുറെ സീക്വൻസസ് ഉണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് കുസൃതി കാണിക്കുന്ന ഏരിയയിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ച് എഴുതിയിട്ടുള്ളതിൽ നിന്ന് ഒരുപാട് പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഒർഹാൻ വന്നതുകൊണ്ട് പറ്റി. ഇവന് ഉള്ള കുറെ ടാലൻസ് ഉണ്ട്. അപ്പൊ അത് പല സമയത്തും ഇപ്പം ദിവ്യ
ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇവൻ ആ സോഫയിൽ കൂടെ കുത്തി മറിഞ്ഞു പോകുന്നതും ഓടി വന്ന് പുറകെ ചാടുന്നതും ആ ട്രോളിയിൽ സൂപ്പർ മാർക്കറ്റിൽ കൂടെ ഓടി വന്ന് ഇത് തട്ടിയിടുന്നതും അതൊക്കെ എനിക്ക് തോന്നുന്നു വേറൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടതൊക്കെ വരും. ഇത് നമുക്ക് ഒർഹാൻ ആയതുകൊണ്ട് മാത്രം കിട്ടിയ കുറെ അഡ്വാൻറ്റേജസ് ആയിരുന്നു. അതുകൊണ്ടാണ് ആ സീൻസ് എല്ലാം ഒരു പുതുമ ഫീൽ ചെയ്തതും ആൾക്കാർക്ക് അതിനോടൊരു അട്രാക്ഷൻ തോന്നിയതും. പിന്നെ 38 ദിവസമാണ് നമ്മളിത് ചാർട്ട് ചെയ്തിരുന്നത്. 38+ എന്നുള്ള രീതിയിലായിരുന്നു ചാർട്ട് ചെയ്തത്. കാര്യം ഉറപ്പായിട്ടും ഒരു 8 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് ഒരു ത്രൂ ഔട്ട് സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് സിനിമ ഷൂട്ടിങ് ആരംഭിച്ചത്. പക്ഷെ 35 ദിവസം കൊണ്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയത് ഈ മെടുക്കാൻ കാരണമാണ്. TV തുറന്നു കഴിഞ്ഞാൽ നമ്മള് ഒരു ഫുട്ബോൾ മാച്ച് കാണുന്ന പോലെ, ഒരു ക്രിക്കറ്റ് മാച്ച് കാണുന്നത് പോലെയുള്ള കമന്ററിയാണ് കഴിഞ്ഞ ഒരു 5-6 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരെല്ലാവരും കുറച്ച് പാനിക്കാണ്. ജീവിതത്തിനെ പറ്റി, ഇനി മുന്നോട്ടുള്ള ലൈഫിനെ പറ്റി ആൾക്കാർ ഒന്ന് പേടിയോട് കൂടിയുള്ള ഒരു കൺസേൺ എല്ലാവരുടെയും മനസ്സിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് സിനിമ എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട്. തിയേറ്റേഴ്സിൽ നല്ല സിനിമകൾ ഓടുന്നുണ്ട്. ഈ സീസണിൽ ഇറങ്ങിയ എല്ലാ സിനിമകളെ കുറിച്ചും മികച്ച അഭിപ്രായങ്ങളുണ്ട്. ഇനി വരേണ്ടത് പ്രേക്ഷകരാണ്. കാണേണ്ടതും ആസ്വദിക്കേണ്ടതും അഭിപ്രായം പറയേണ്ടത് പ്രേക്ഷകരാണ്. അപ്പൊ നിങ്ങളെല്ലാവരെയും ഈ ടെൻഷനിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് റിലീസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി ഞങ്ങൾ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു. വരിക, കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു. കാലഘട്ടത്തിൽ അതിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ കുറച്ചു കാലം മുമ്പ് അങ്ങനെ ഇല്ല. ഞാൻ ആക്ച്വലി കാരണം എൻ്റെ ആദ്യ സിനിമയുടെ മുമ്പ് ചെയ്യാൻ പറ്റില്ല. ആദ്യ സിനിമയായിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് 2018 സമയത്തൊക്കെ എഴുതിയ സ്ക്രിപ്റ്റാണ്. പിന്നെ കോവിഡൊക്കെ വന്നു, 1900 സംഭവിച്ചു. അത് കഴിഞ്ഞപ്പോഴും പിന്നെ എനിക്ക് ഇതേ പ്രായത്തിലൊരു കൊച്ചൊക്കെ ജനിച്ചു, ഞാനൊരു അച്ഛനായി. അപ്പോൾ എനിക്ക് തോന്നി ഇത് പറയേണ്ട കഥ തന്നെയാണ്. അതിനിപ്പോഴും നല്ല റെലവൻസ് ഉണ്ട്. ആ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ADHD മറ്റൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊന്നും കൂടെ എൻ്റെ ചിന്തകളെ കൂട്ടി ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു. ആ ഒരു മോട്ടിവേഷനാണ് ചെയ്തത്. ഈ സിനിമ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങി ആദ്യം എനിക്ക് വന്ന കോളുകൾ വന്ന് കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലില് ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് ഈ സിനിമ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ADHD എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഇപ്പോ അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന 60% കുട്ടികളിലും ഉണ്ട് എന്നും അത് ഏത് രീതിയിലാണ് അഡ്രസ് ചെയ്യപ്പെടുന്നതെന്നും ആ കുട്ടികളെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതൊക്കെ അദ്ദേഹം കുറച്ചും കൂടെ പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ സിനിമ അദ്ദേഹത്തിന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ആ പേരൻസ് അനുഭവിക്കുന്നതും അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ അദ്ദേഹം സംസാരിച്ചു. അപ്പൊ അത് ഈ സിനിമ ചെയ്തതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു എന്ന് തോന്നുന്നു.